തോന്നുന്നു. അപ്പോൾ പൊളിറ്റിക്കൽ ഫാബ്രിക് വളരെ സങ്കീർണ്ണമാണ് NSSൻ്റേത്. അതായത് കൃത്യമായി ഇപ്പോൾ BDJs എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റായി SNDPയെ സംബന്ധിച്ചിടത്തോളം SNDPയുടേതല്ല എന്നവർ പറയുമ്പോഴും SNDP യൂണിയനിൽ അംഗങ്ങളായ ആളുകൾ തന്നെയാണല്ലോ BDJs ഉള്ളത്. പ്രത്യേകിച്ചും തുഷാർ വെള്ളാപ്പള്ളി നയിക്കുമ്പോൾ SNDP യോഗ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ മകനായ തുഷാർ വെള്ളാപ്പള്ളിയാണല്ലോ BDJസിൻ്റെ നേതാവ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയായ പ്രീതി നടേശൻ ഈ NDAയുടെ പ്രചാരണ പരിപാടികൾക്കെല്ലാം പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരേപോലെ രണ്ട് സംഘടനയിലും BDJs എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റിലും SNDP എന്ന് പറയുന്ന സമുദായ സംഘടനയിലും പ്രവർത്തിക്കുന്നവരാണ് അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഫാബ്രിക് എന്ന് പറയുന്നത്. അതേസമയം NDP ഡിസോൾവ് ആയതിനു ശേഷം NSSന് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് ഇല്ല, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ആം ഇല്ല. ഒരു സമുദായ സംഘടന മാത്രമായി നിൽക്കുന്നു. എന്നാൽ വിവിധ രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട ആളുകൾ ആ സമുദായ സംഘടനയുടെ ഭാഗമായി നിൽക്കുന്നു. അതാണ് കറന്റ്ലി NSSൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത്. അതിനുള്ളിൽ നിന്ന് എങ്ങനെയാണ് UDFന് ഇത്രയ്ക്ക് ആശങ്കയുണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വോട്ട് കിട്ടി വരുന്നത് കോൺഗ്രസിന് അല്ലെങ്കിൽ UDFനാണ് കുറേ കാലമായി. അത് ഈ സമദൂരം പറയുമ്പോഴും ഇവിടെ മന്നത്പത്മനാഭൻ ഈ നായർ സർവീസ് സൊസൈറ്റിക്ക് തുടക്കം ഇടുന്നത് മൂലം ഇങ്ങോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആൻറ്റി കമ്മ്യൂണിസ്റ്റ് സ്റ്റാൻഡാണ് ആദ്യം മുതൽ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുക. ഡയറക്ടർ ബോർഡിൽ വരെ ഈ അതായത് ഇടത് പക്ഷത്തിനോട് അനുകൂല നിലപാടെടുത്തിട്ടുള്ള പലരും ഉണ്ടായിട്ടുണ്ട്. അവർക്ക് പല കാര്യങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ചരിത്രം അതിന് കിടപ്പുണ്ട്.